12 വർഷമായി രക്തസ്രാവത്താൽ ഭാരപ്പെട്ട ഒരു സഹോദരി ന്യായപ്രമാണത്തിലേക്ക് പോകുമ്പോൾ ഈ 12 വർഷം ഷീസ് എ cursed woman, ശപിക്കപ്പെട്ട സ്ത്രീ. ബൈബിൾ പറയുന്നു അവൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൾ ചെയ്തു. അവൾക്കുള്ള വസ്തുവകളെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു, ഡോക്ടർമാർക്ക് കൊടുത്തു. കാരണം ആമേൻ, എന്തിനു വേണ്ടി? ഒരു സൗഖ്യത്തിന് വേണ്ടി. എന്നാൽ 12 വർഷം അവൾ ചെയ്തതെല്ലാം പരാജയപ്പെട്ടു. ഹോപ്പ് ഈസ് ഗോൺ, ഡ്രീംസ് ആർ ഗോൺ. എല്ലാം നഷ്ടപ്പെട്ടവൾ ഒറ്റയ്ക്ക് കിടക്കുക. അവൾ ചിന്തിച്ചു കാണും, ഇനി എനിക്കൊരു ഉദ്ധാരണമില്ല. അവൾ ചിന്തിച്ചു കാണും, ഇനി എനിക്കൊരു ജയമില്ല, ഇനി എനിക്കൊരു വിടുതലില്ല, ഇനി എനിക്കൊരു വഴിയില്ല, ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല, ഇനി എനിക്കൊരു സ്വപ്നമില്ല. ഹല്ലേലൂയ! അവിടെ ദുഃഖം പറയുവാൻ ഭർത്താവ് കൂടെയില്ല. ഒന്നോർത്തോണം, അവിടെ ദുഃഖം പങ്കുവെക്കാൻ ഭർത്താവ് കൂടെയില്ല. അവിടെ വേദന പങ്കുവെക്കാൻ ഭർത്താവ് കൂടെയില്ല. ഓ ആമേൻ. അവിടെ ഭാരങ്ങൾ പങ്കുവെക്കാൻ തലമുറകൾ, കുഞ്ഞുങ്ങൾ കൂടെയില്ല, മാതാപിതാക്കൾ കൂടെയില്ല. എല്ലാവരും ഒറ്റപ്പെട്ടവളായി ഒരു വീടിനകത്ത് അവൾ ഒതുങ്ങി കഴിയുമ്പോൾ ഇതാ അവളൊരു വാർത്ത കേൾക്കുകയാ, യേശു. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞ് ജീസസ്. പറ യേശു, യേശു. ഒന്നുകൂടെ യേശു. എന്നെ അറിയുന്ന യേശു, എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന യേശു, എന്നെ സൗഖ്യമാക്കുന്ന യേശു, എൻ്റെ ദുഃഖത്തെ അറിയുന്ന യേശു, ഓ എന്നെ വിടുവിക്കുന്ന യേശു, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന യേശു. ആമേൻ. അവൾ അന്നൊരു തീരുമാനമെടുത്തു, യേശുവിനെ എനിക്കൊന്ന് തൊടണം. അൺലെസ് ഐ ടച്ച്, ഞാൻ യേശുവിനെ തൊടാതെ, ഞാൻ യേശുവിനെ സ്പർശിക്കാതെ, അവന്റെ ശക്തിയുടെ മഹത്വം അനുഭവിക്കാതെ, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ മഹത്വം അനുഭവിക്കാതെ I will never return. അതിൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അതുപോലെ ഏറ്റെടുക്കാൻ തയ്യാറാണ്? യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ഒക്കെ മനസ്സിലെ തൊടാൻ സാധിക്കുന്ന ഒരിടമേ ഉള്ളൂ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലേ. ഇന്ന് പകൽ ഇന്ന് യേശുവിനെ തൊടാനുള്ള അവസരം യേശു തന്നിരിക്കുന്നു. അവസരം എങ്ങനെയാണെന്നറിയോ? ഇന്ന് നീ കേൾക്കുന്ന വചനത്തെ കയറി പിടിച്ചോണം. അതാണ് ആ തൊങ്ങൽ. ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ ആ വേർഡാണ്. ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ ആ വചനമാണ്. ആ വസ്ത്രത്തിന്റെ തൊങ്ങലെ കയറി പിടിച്ചവള്. അവക്ക് തൊടാൻ പറ്റിയത് അവിടെയുള്ളൂ. പെട്ടെന്ന് ദൈവശക്തി യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി. ഹല്ലേലൂയ! യേശു തിരിഞ്ഞു നോക്കി, ആരാണ് എന്നെ തൊട്ടത്? ഹു ടച്ച്ഡ് മീ? പലരും പറഞ്ഞു ഞങ്ങളെല്ലാം നിന്നെ തൊട്ടു. എന്നാൽ യേശു പറഞ്ഞു നിങ്ങൾ തൊട്ടതുപോലല്ല. ആമേൻ. എന്നിൽ നിന്ന് ശക്തിയെ ഊറ്റെടുക്കുന്ന രീതിയിൽ ആ യേശുവിനെ നീ തൊട്ടാൽ, ആ കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുന്ന യേശു, കുടിരയ്ക്ക് കാഴ്ച കൊടുക്കുന്ന യേശു, മുടന്തരെ നടത്തുമാറാക്കുന്ന യേശു, ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന യേശു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു, പാപികളെ മോചിപ്പിക്കുന്ന യേശു, ഹല്ലേലൂയ, ബന്ധനങ്ങളെ അഴിക്കുന്ന യേശു. ആ യേശുവിന്റെ അടുക്കൽ നീ ഒന്ന് ചെന്നാൽ നിന്റെ ചിത്രം മാറാൻ പോവാ. Your picture is going to change. നിന്റെ ജീവിതം മാറാൻ പോവാ. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ പോവാ. ഇന്ന് പകൽ ദൈവാത്മ ദൂത് പറയാ, നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. What has been lost is going to come back. നഷ്ടപ്പെട്ടെന്ന് ലോകം പറയുന്നത്, നഷ്ടപ്പെട്ടെന്ന് പിശാച് പറയുന്നത്, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയാ, സ്വർഗത്തിലെ ദൈവം പറയാ തിരിച്ചു വരാൻ പോവാ. പറഞ്ഞ് തിരിച്ചു വരാൻ പോവാ, തിരിച്ചു വരാൻ പോവാ. ഹല്ലേലൂയ! കർത്താവിന്റെ ആത്മാവ് വീണ്ടും എന്നോട് എടുത്തു പറയാ, സ്വർഗം തന്നതിനെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. സ്വർഗം നിനക്ക് തന്നതിനെ, what God has given you, it cannot be lost. അത് നഷ്ടപ്പെടുകയില്ല. നഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയാ, അത് മടങ്ങി വരാൻ പോകുന്ന നാളുകളാ. അത് തിരിച്ചു വരാൻ പോവാ. ആ ജോയ് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാ. ആ ഫേവർ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാ.
Come on. നഷ്ടപ്പെട്ടത് നീ ചിന്തിക്കുന്നത് വിശ്വസിക്ക്. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ പറയുകയാ, ഇറ്റ്സ് ഗോയിങ് ടു കം ബാക്ക്. നീ ആഗ്രഹിക്കുന്ന സന്തോഷം, നീ ആഗ്രഹിക്കുന്ന ആനന്ദം, നീ ആഗ്രഹിക്കുന്ന ഉയർച്ച, നീ ആഗ്രഹിക്കുന്ന പദവികൾ, നീ ആഗ്രഹിക്കുന്ന സ്നേഹം, നീ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ, ആമേൻ, അത് മടങ്ങി വരാൻ പോവുകയാ. ഇന്ന് പകൽ ദൈവാത്മാവ് ചില വ്യക്തികളോട് ദൂത് പറയുകയാ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നീ പരാജയപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, if you think that you have been defeated, you have been a failure, this is your day. ഇത് നിന്റെ ദിവസമാണ്. Come on, come on, come on, come on, come on, come on. ചിലപ്പോൾ 1 വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം, ചില വർഷങ്ങളായി നിന്റെ ജീവിതത്തിൽ എവിടെങ്കിലൊക്കെ നീ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലൊക്കെ നീ തോറ്റിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലൊക്കെ നീ ഡിഫീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലൊക്കെ നീ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, 12 വർഷം പരാജയപ്പെട്ട, ശപിക്കപ്പെട്ട, രക്തസ്രാവത്താൽ ഭാരപ്പെട്ട സഹോദരിയെ വിടുവിച്ച ദൈവം. യൂട്യൂബിലൂടെ എന്നെ വാച്ച് ചെയ്യുന്നവരുണ്ടാകാം. നിങ്ങൾ എവിടെയായാലോ, ലോകത്തിന്റെ ഏത് ഭാഗത്തായാലോ, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഇത് നിന്റെ ഉദ്ധാരണത്തിന്റെ പകലാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് ആരോട് ദൂത് പറയുകയാണ്, someone needs Jesus today. ആർക്കോ യേശുവിനെ വേണമെന്ന് കർത്താവിനോട് പറയുന്നു. ആർക്കോ യേശുവിനെ വേണം.